Hello, good morning all. Hello, good morning. Morning all. Hello. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good morning, ma'am. morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Okay. ma'am. Morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. So I think all are doing well. Is it? Yes, ma'am. Yes, ma'am. Okay. Okay, Yes, fine. ma'am. Yes, ma'am. So let me introduce myself. Good morning, ma'am. Now you please, all of you please mute. ചെയ്തിട്ടില്ല. വീണ കുറച്ച് പേര് മ്യൂട്ട് ചെയ്തില്ലല്ലോ. Will you please mute your? Okay. Otherwise, I cannot speak anything. If you are turning on your sound, it will be a great disturbance to all others. You can't understand what I am going to say. Clear? Yes, ma'am. Yes. So, once again, very good morning to all. I am Nisha. And ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വി ആർ ഫ്രം നോർത്ത് പറവൂർ കേട്ടോ. എന്റെ സ്ഥലം നോർത്ത് പറവൂരാണ്. അല്ലെ, മിക്കവാറും കുറെ പേരൊക്കെ സ്ഥലത്തിന്റെ പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. മഴയൊക്കെ കൂടുതൽ പെയ്യുമ്പോൾ തീർച്ചയായും ഞങ്ങളെ മിക്കവാറും എല്ലാവരും ഓർക്കും. ബിക്കോസ് 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ മുങ്ങിപ്പോയവരാ ഞങ്ങള്. ന്യൂസിലൊക്കെ നിങ്ങൾ ഒരുപാട് ഞങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ഏറ്റവും കൂടുതൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയാ, ഞങ്ങൾ ഭയങ്കര പ്രോബ്ലംസ് നേരിടുന്നവരാണ്, ഫേസ് ചെയ്യുന്നവരാണ്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ് പല രീതിയിൽ കേട്ടവരുണ്ടാവും. നോർത്ത് പറവൂരാണ് കേട്ടോ. സൗത്ത് പറവൂർ വേറെ ഉണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റില്, അതെല്ലാം നോർത്ത് പറവൂരാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള നോർത്ത് പറവൂരിലാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, ആൻഡ് I think you are very eagerly waiting for your project or you are a new course, that is hospital administration. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഒരുപാട് പേര് you might have heard about this hospital administration through advertisements or some other persons. And if you have attended some telecallers, those who are inviting you for this course, you might have searched from your Google. ചിലപ്പോഴൊക്കെ ഈ കോഴ്സിന് വേണ്ടി നിങ്ങളെയൊക്കെ ആരെങ്കിലും വിളിക്കുകയോ സമീപിക്കുകയോ ഒക്കെ ചെയ്തപ്പോ what is this course എന്ന് ചിലപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാകും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തോ എവിടെയെങ്കിലും സെർച്ച് ചെയ്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. Okay, whatever it may be, now you are going to do this particular course. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ നിങ്ങൾ ഒരുമിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഇതിന് എന്താ പറയാ, നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് why you have chosen this or why you have selected such a course, അതിന്റെ എന്താ പറയാ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അഡ്വാൻറ്റേജസ് might have known. നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞ് കണ്ടെത്തിയിട്ടുണ്ടാകും. ഈ ഒരു കോഴ്സിന്റെ സാധ്യതകളും അതിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. മോറോവർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ഔർസെൽസ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും നിങ്ങൾക്കുണ്ടാകും.
എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് യു ആർ ഗോയിങ് ടു ഡു ഇറ്റ് ഇൻ 6 months. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് 6 monthsന്റെ ഡ്യൂറേഷനിലാണ് യു ആർ ഗോയിങ് ടു കംപ്ലീറ്റ്. നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കറക്റ്റ് വെയിറ്റിംഗിലാണ്. Now today we are going to introduce what is this hospital administration course and what are its advantages, job opportunities and salary, and what is the qualification needed for it. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആൻഡ് സം ഓഫ് ദ പീപ്പിൾ who are again they are doubtful about this course. ഇപ്പോഴും ചില ആളുകൾക്ക് ഇതെന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ പറയാ ഇത് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരിക്കും. You have invested amount, fixed amount നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു എന്താ പറയാ ഏതെങ്കിലും രീതിയിൽ പറ്റിക്കലാണോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ, അത് കോഴ്സ് ഇവർ ചെയ്യുന്നുണ്ടോ, അത് അത് എന്താ പറയാ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണോ, ഒത്തിരി ഡൗട്ട്സും നിങ്ങളിൽ ഉണ്ടാകുമായിരിക്കും. So let's clear it. ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടുമോറോ ഓൺവേർഡ്സ് ആയിരിക്കും നിങ്ങളുടെ നമ്മൾക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ കോഴ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കണം. ടുഡേ only we are joined together to understand what is this course. ഇത് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം more than 200 students are waiting. അപ്പൊ എല്ലാവരും 100 പിള്ളേരിലധികം നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എവരിവൺ നിങ്ങൾക്ക് പരിചയപ്പെടാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നമ്മൾ ക്ലാസ് ടൈമിൽ നടത്താം. ഓക്കെ, അപ്പൊ ക്ലാസ് 2 ചേർന്നോ ഐ തിങ്ക് ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. വീണ, ശ്രീജിത്ത്, ഗോപി എന്നൊക്കെ ഇവിടെ പ്രൊഫൈലിൽ നിങ്ങളുടെ പേരുകൾ കാണുന്നുണ്ട്. നിങ്ങൾ മ്യൂട്ട് ചെയ്യാം. Otherwise I have to remove you. See, നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്തില്ലെങ്കിലേ നമ്മൾ ഇവിടെ ഓൾ മ്യൂട്ട് കൊടുക്കേണ്ടി വരും. ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ് ബിക്കോസ് ഐ ഹാവ് ടു ഗെറ്റ് സം റെസ്പോൺസ് ഫ്രം യുവർ പാർട്ട്. നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ എനിക്ക് കേൾക്കേണ്ടതുണ്ടാകും. അതുകൊണ്ടാണ് ഓൾ മ്യൂട്ട് കൊടുക്കാത്തേ. അപ്പൊ നമ്മൾ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് മറുപടി പറയാം. അല്ലാത്ത പക്ഷം യു ഹാവ് ടു മ്യൂട്ട്. കുറച്ചു പേര് കേട്ടില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് തോന്നുന്നു, അവരൊന്ന് മ്യൂട്ട് ചെയ്തേ. വീണ്ടും നിങ്ങൾ ഞാൻ പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഐ വിൽ ഗിവ് യു സം ടൈം ഫോർ ദാറ്റ്. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഡൗട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോ വന്നേക്കണേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ദാറ്റ്സ് ദ കോഴ്സ് നെയിം അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താണ് അത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? To manage all the day-to-day operations of a hospital. ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിനകത്ത് കയറി ചെല്ലുമ്പോൾ മുതൽ when we come out from that, after നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വരുന്നതും വരെ you can see many operations are going on there. അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ അവിടെയുള്ള ആ ഓപ്പറേഷൻസ് ഒക്കെ how they are operating, അതൊക്കെ എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ട്, ആൻഡ് വെദർ ദ സ്റ്റാഫ്സ് ആർ വർക്കിംഗ് എഫിഷ്യന്റ്ലി, അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ ജോലികളൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മെമ്പേഴ്സ് ആർ ഡൂയിങ് ദെയർ ഗിവിംഗ് ദെയർ സപ്പോർട്ട്സ് ആൻഡ് ഓൾസോ ദേ ആർ ട്രെയിൻഡ് വെരി വെൽ അക്കോർഡിംഗ് ടു ടൈം. അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് നല്ല രീതിയിലുള്ള റിസൾട്ട് ആ ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾ ദീസ് തിങ്സ്, these day-to-day operations are going on well to make sure that hospital administration എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ആണ് നമ്മളെ, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് is the responsible person for that.
അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലിയാണ് ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ അഫയേഴ്സ് ഓർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. സ്റ്റാഫുകളൊക്കെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു ദർ ഗിവൺ ടൈം. ആ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ ആർ ട്രെയിൻഡ് പ്രോപ്പർലി ആൻഡ് ദേ ആർ സപ്പോർട്ടഡ് പ്രോപ്പർലി. അവരൊക്കെ പ്രത്യേക രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയൊക്കെ കൃത്യമായ സമയങ്ങളിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക, മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി. We know that hospital administration എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു manages all the activities of a hospital or a health care organization. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുക, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൃത്യമായി ആണെന്ന് എൻഷുർ ചെയ്യുക എന്നതൊക്കെയാണ്. നമുക്കറിയാം nowadays hospital organization or healthcare organization is leading its first position. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസും ഫേസ് ചെയ്യുന്നത് ഈ ഒരു ഓർഗനൈസേഷൻ ആണ്. കാരണം ഡേ ബൈ ഡേ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കൺട്രിയില് നമുക്കറിയാം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എന്താ പറയാ ഇൽനെസ്, ഡിസീസസ് ആർ ഫേസിങ് ഡേ ബൈ ഡേ. ഓരോ ആളുകളും ഓരോ പുതിയ രീതിയിലുള്ള രോഗങ്ങളൊക്കെയാണ് നമുക്ക് ഓരോ ദിവസം കേൾക്കാറ്. മഴയൊക്കെ കൂടുതൽ വന്നു കഴിയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീവർ, ഓരോരോ പുതിയ പേരിട്ട് പലതരം പനികൾ വരുന്നു, പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ. ഇനി മോസ്റ്റ് റീസെന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്ത കൊറോണ പോലെയുള്ള ഡിസീസസ്, അതൊക്കെ പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് എപ്പിഡെമിക് ആണ് അല്ലെ, പെട്ടെന്നൊക്കെ എന്താ പറയാ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രോഗങ്ങളാണ്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഇന്ന് അവരെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ ദേ ക്യാൻ ഡു ഇറ്റ് അല്ലെ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഓർഗനൈസേഷന്റെ ഒരു പാർട്ടാകുക എന്നത് എന്താ പറയാ നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇപ്പൊ എല്ലാവരും BSc നഴ്സിംഗ് പഠിച്ചിട്ട് നഴ്സിംഗ് എടുത്തു പോകുന്നു. ഓൾ കനോട്ട് ടേക്ക് ഓർ കനോട്ട് സ്റ്റഡി BSc എല്ലാവർക്കും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോ എന്താ പറയാ നമുക്ക് മാർക്ക് വേണം, സയൻസിനൊക്കെ ഇത്ര മാർക്ക് വേണം, ഇത്ര പെർസെന്റേജ് ഓഫ് മാർക്ക് ഇല്ല എങ്കിൽ നമുക്ക് സയൻസ് എടുത്ത് പഠിക്കാൻ പറ്റില്ല. സോ ദാറ്റ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ പറ്റില്ല എന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം മാറ്റി, മാത്രമല്ല ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയാ കോമ്പറ്റീഷൻസ് നേരിടുന്നതും വെറൈറ്റീസ് ഓഫ് ഇൽനസ് ഡിസീസസ് ഉള്ളത് കൊണ്ട് എന്താ പറയാ ഈ ഒരു മേഖലയ്ക്ക് ഒത്തിരി ജോലി സാധ്യതകൾ, ജോബ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതും എന്നുള്ളത് കൊണ്ടാണ് we are going to choose such a course. ഇങ്ങനെ ഒരു കോഴ്സ്, ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന്റെ ഫലമായിട്ട് you can become a part of that health care system. ഇത്തരം ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസില് കൺട്രീസില് ഇറ്റ് ഇസ് നെസസറി വൺ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഒത്തിരി ഇമ്പോർട്ടന്റ് റോൾസ് ഉണ്ട് അവർക്ക് വഹിക്കേണ്ടതായിട്ട് അല്ലെ, അവരുടേതായ ഒരുപാട് റോൾസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വി ക്യാൻ സീ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുളച്ചു പോകുന്ന ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, മെഡിക്കൽ സെന്റേഴ്സ്, ഒത്തിരി എന്താ പറയാ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇന്ന് പോകുന്നുണ്ട്. കാരണം എന്താ, അത് ഒരു എന്താ പറയാ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസ് ആണ്. മാത്രമല്ല ഇതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ, ജോലി ഓപ്പർച്യൂണിറ്റീസ്, അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മേഖല ഒരുപാടുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു കോഴ്സിന് ഇത്രയധികം പ്രാധാന്യം, ഒരു ഇമ്പോർട്ടൻസ് മൊത്തത്തിൽ വന്നത്. ഈ കുറച്ച് കാലഘട്ടം പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊരു എന്താ പറയാ കോഴ്സ് എന്ന് പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. മൈറ്റ് ഹാവ് ബീൻ ദർ, അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇത്ര പോപ്പുലർ ആയിട്ട് വരാനുള്ള സാധ്യതകൾ ഈ റീസെന്റ് ആയിട്ടുള്ള ഇയേഴ്സിലാണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അല്ലെ. എല്ലാവർക്കും അറിയാമല്ലോ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് റീസെന്റ് ആയിട്ടാണ്. കാരണം ഈ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇന്ന് ആളുകൾ കൂടുതൽ ഫേസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് പേപ്പർ തുറന്നാലും അല്ലെങ്കിൽ നമ്മള് ന്യൂസിലോ അല്ലെങ്കിൽ പല വീഡിയോസിലോ അവിടെ ഇവിടെയൊക്കെ കുഴഞ്ഞു വീണോ അല്ലെ, പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഇൻസിഡന്റുകളാണ് നമ്മൾക്ക് ചുറ്റും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ്സ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ടു എവ്രിവൺ. നമുക്കൊക്കെ ഇതുപോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇനി ഈ പറയുന്ന BSc കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ഒരു ഹോസ്പിറ്റലിന്റെ, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാകാൻ, ഒരു പാർട്ടാക്കാൻ we can take this, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണമെങ്കിൽ, ഈ അവസരം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്.
അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തത് കൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. എവ്രിവൺ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു നല്ല ഒരു തുടക്കമായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അത് വിൽ നോട്ട് ബി ഇൻ വെയിൻ, വെറുതെ ആവില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ വെൽ ഡിസിഷൻ എന്ന് നമുക്ക് തന്നെ പറയാം. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളാണ്. സോ ദാറ്റ് ഇപ്പൊ ഇവിടെ ഓൾറെഡി ഇത്തരം കോഴ്സുകളുടെ ഒരു 2-3 ബാച്ച് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, എക്സാംസ് ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ്, എന്താ പറയാ, ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് പഠിക്കുക. അപ്പോ മെഡിക്കൽ കോളേജസിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസില്, ലബോറട്ടറീസില് അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ഒരു മേഖലയായതുകൊണ്ടും ഓപ്പർച്യൂണിറ്റി എന്താണ് നിങ്ങൾക്ക് ഒരു നല്ല തുടക്കമായിരിക്കും എന്നുള്ളതാണ് അറിയാം. ഇനി നമുക്ക് എന്താണ് ഈ എന്താ പറയാ ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ഒരു ക്വാളിഫിക്കേഷൻ വേണമല്ലോ. ഏത് എന്താ പറയാ പുതിയ കോഴ്സുകൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു, സോ 10th കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് +2 ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ +2 ഒരു ജോയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി ക്വാളിഫൈഡ് വിത്ത് SSLC. SSLC എന്ന് പറയുന്ന ആ ഒരു കടമ കഴിഞ്ഞവർ മാത്രമേ +2ലേക്ക് യോഗ്യത കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ +2 ഉണ്ടെങ്കിൽ ഡിഗ്രിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. സോ ഹിയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഈസ് ഓൾസോ ക്വാളിഫൈഡ് വിത്ത് +2 അല്ലെ. നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു അണ്ടർ ഗ്രാജുവേറ്റ്, ഇതിന്റെ ഗ്രാജുവേഷനും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊരു 6 months കോഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ +2 അല്ലെ. നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ഒരു +2 ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മാനദണ്ഡം. അപ്പൊ അതാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വിളിക്കാം. Ini and you can get through this hospitals healthcare management courses. ഈ ഒരു +2 ലെവൽ വെച്ചിട്ട് നമുക്ക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമാകാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാം. അങ്ങനെ ഒരു അഡീഷണൽ എഡ്യൂക്കേഷൻ യു ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ദിസ്. ഒരു കൂടുതൽ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയാ ഒരു ക്വാളിഫിക്കേഷൻ കൂടി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസിന്റെ ലിസ്റ്റുകളുടെ കൂടുതൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താ ഇതിന്റെ ലക്ഷ്യം? ഇതിനെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? Yes, തീർച്ചയായും. The main aim of this hospital administration is to ensure the hospitals are facilitating quality services. അതായത് ബൈ അഡോപ്റ്റിംഗ് എന്താ പറയാ കോസ്റ്റ് ഇഫക്റ്റീവ് വേ, അതായത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പരമാവധി നല്ല രീതിയിലുള്ള ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് വെറുതെ ഒരു ഹോസ്പിറ്റല് എന്താ പറയാ നമുക്കറിയാം ഹോസ്പിറ്റൽസ് നടത്താനായിട്ട് കുറച്ച് എക്യുപ്മെന്റ്സും അതുപോലെ കുറെ ഡോക്ടേഴ്സും നഴ്സും അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടായാൽ മതി ഇതായിരിക്കും. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ആളുകൾ തിങ്ക് ചെയ്യുന്നത്. സോ ആ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ഒരു ആശുപത്രി, ഒരു ഹോസ്പിറ്റൽ നമ്മൾ പോകുന്നുണ്ട്, രോഗിയെ നോക്കി അവർക്ക് മരുന്ന് കൊടുക്കപ്പെടുന്നു. പക്ഷേ ഇറ്റ് ഷുഡ് ബി ആ കൊടുക്കുന്ന സർവീസ് ഷുഡ് ബി എ ക്വാളിഫൈഡ് വൺ. അതൊരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സേവനമാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് എന്താ പറയാ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾക്കിപ്പോ ഒരു സേവനം കിട്ടുന്നത് ഇപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുക, ഇപ്പൊ എല്ലാവരും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. എങ്ങനെയൊക്കെയായിരിക്കും ആ ക്ലാസ്സുകളൊക്കെ എനിക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ? പല റേഞ്ചിലുള്ള ആളുകളായിരിക്കും ഇവിടെ ഇരിക്കുക. ദാറ്റ് മീൻസ് +2 ജസ്റ്റ് നമുക്കറിയാം +2 ക്വാളിഫിക്കേഷൻ ആണെന്ന് ഞാനിപ്പോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ +2 മുതലുള്ള ആളുകളായിരിക്കും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അത് മുതൽ ഭയങ്കര വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി ക്വാളിഫിക്കേഷൻസ് അതിന്റെ മോളിൽ വന്നവരും ഇതിനകത്ത് ഇരിക്കായിരിക്കും അല്ലെ. ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഉള്ളവരും ഇതിനകത്ത് ഉണ്ടാകും. സോ അവർ ക്ലാസ്സസ് വിൽ ബി ഫ്രം ദ ബോട്ടം ലെവൽ. ഏറ്റവും ആൾഡിയിലുള്ള ആളുകൾക്ക് കൂടി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയല്ലേ കൊടുക്കാം. അപ്പൊ കൊടുക്കുമ്പോ ബെറ്റർ സർവീസ് കൊടുക്കും. ഞാനിങ്ങനെ വന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഈ ക്ലാസ് എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർത്ത് എന്റെ ബാധ്യത അല്ലെ, എന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം തീർത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ. ഐ ഹാവ് ടു ഗിവ് യു ദ ബെസ്റ്റ്. എനിക്ക് തരാൻ പറ്റുന്നതിന്റെ പരമാവധി നല്ല കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പകർന്നു തരേണ്ടത് അല്ലെ. അപ്പോഴാണ് നിങ്ങൾ അത് ഇൻട്രസ്റ്റ് കേട്ടിരിക്കാനൊക്കെ തോന്നുക. അല്ലയോ ഇതെന്ത് ക്ലാസ് ഇട്ടിട്ട് പോകാൻ തോന്നും അല്ലെ. പോരാത്തതിന് ഇതൊരു തിയററ്റിക്കൽ ക്ലാസ് ആണ്. സോ അത്
നമുക്കറിയാം, നമ്മളൊക്കെ ഇഷ്ടം പോലെ പഠിച്ചിരിക്കുന്നവരല്ലേ. തിയറി ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, ഉറങ്ങിപ്പോകും അല്ലെ, അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഒരു പ്രായം വരെ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മള് ആ ഒരു കാര്യം ചെയ്യണമെന്ന് ഭയങ്കര ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉറക്കൊന്നും വരില്ല. അപ്പൊ അത് ബെറ്റർ ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സിസ്റ്റം ഹാസ് ടു പ്രൊവൈഡ് ക്വാളിറ്റി സർവീസസ് ടു ദ പേഷ്യൻസ്. അവിടെ വരുന്ന പേഷ്യൻസിനോടും, അല്ലെങ്കിൽ പേഷ്യൻസ് മാത്രമല്ലല്ലോ വരിക, എന്തായാലും രോഗി ഒറ്റയ്ക്കൊന്നുമല്ല, ചില രോഗമുള്ള ആളുകൾ ഒറ്റയ്ക്കൊന്നുമല്ല, അവരുടെ കൂടെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് മേ ബി അവരുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അവരോടൊക്കെ എങ്ങനെ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണം, അവർക്ക് എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ എൻഷുർ ചെയ്യുക. അതൊക്കെ കൊടുക്കുന്നുണ്ടോ, വെദർ ഇറ്റ് ഈസ് ഗിവൺ ഓർ നോട്ട്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ആൻഡ് ദേ ഹാവ് ടു ഗിവ് പ്രോപ്പർ ക്വാളിറ്റി സർവീസസ്. അവിടെ വരുന്നവർക്ക് നല്ല സേവനം കൊടുക്കുക, അതിനെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പറഞ്ഞു, അതിന് വേണ്ട ഏറ്റവും മിനിമം യോഗ്യത എന്ന് പറയുന്നത് +2 ലെവലാണ്. ഓക്കെ, സോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. Then who is a hospital administrator? ആരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിൽ there are many people working there which may be known as human resource അല്ലെ. ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ ഒന്ന് എടുത്തു നോക്കിയേ, ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഫ്രം ദ ബോട്ടം ലെവൽ ടു ദ ടോപ്പ് ലെവൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തൂത്തുവാരാൻ വരുന്ന, വൃത്തിയാക്കാൻ വരുന്ന എന്താ പറയാ വർക്കേഴ്സ് ഉണ്ടാവാം അല്ലെ, നേഴ്സസ് ഉണ്ടാകാം, നേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവരുണ്ടാകാം, ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്, ഒരുപാടുണ്ട് അല്ലെ, ഒരുപാട്. പിന്നെ അവിടെ എന്താ പറയാ ഒത്തിരി എക്യുപ്മെന്റുകളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് വിൽ ബി വെൽ എക്യുപ്ഡ്. ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കുക, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവിടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് വരുന്ന ആളുകളെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒത്തിരി മെഷീൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. എക്കോ എടുക്കാൻ വേണ്ടിയിട്ട്, TMT എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ എക്യുപ്മെന്റുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പഠിക്കട്ടോ ടോപ്പിക്കുകളൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ ഇത്തരം മെഷീൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ടാകാം അല്ലെ. ഇത്തരം മെഷീൻസ് മേ ബ്രേക്ക് ഡൗൺ അല്ലെ, ഇതൊക്കെ ബ്രേക്ക് ഡൗൺ ആകാം, അത് റിപ്പയർ ചെയ്യേണ്ടി വരും, മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള വർക്കേഴ്സ് ഉണ്ടാകാം. ഇലക്ട്രീഷ്യൻസ് ഉണ്ടാകാം. ഇലക്ട്രിസിറ്റിയിൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്ത് അന്നേരം തന്നെ കൊടുക്കണം. അത് പേഷ്യൻസിനോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒത്തിരി പീപ്പിൾ ആർ വർക്കിംഗ് ദർ. ആൻഡ് വി ക്യാൻ കൺക്ലൂഡ്, അതിനെ നമുക്ക് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഒറ്റ വാക്ക് ഉപയോഗിക്കാം, ഹ്യൂമൻ റിസോഴ്സ്. എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ട് ഒത്തിരി പീപ്പിൾ വർക്കിംഗ് ദർ. സോ എല്ലാവരെയും കൂടി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സ് അവിടുത്തെ ലോ ആൻഡ് ഓർഡേഴ്സ്. ഹോസ്പിറ്റലിൽ ഒത്തിരി നിയമങ്ങൾ ഉണ്ടായിരിക്കും, ചില കാര്യങ്ങളൊക്കെ. അതൊക്കെ പിന്നെന്താ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, എന്താ പറയാ ഹോസ്പിറ്റലിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി ഇതെല്ലാം ഒരു സ്പെസിഫിക് രീതിയിൽ ഷുഡ് ബി കോർഡിനേറ്റഡ്. ഈ പറയുന്ന എല്ലാ ഹ്യൂമൻ റിസോഴ്സ്, ലോ ആൻഡ് ഓർഡേഴ്സ്, financial aspects of a hospital are to be coordinated by a specific group of people. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തിലായിരിക്കും, ഇതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഇത്തരം ഓപ്പറേഷൻസിനൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്തു കൊണ്ടുപോകുന്ന ആളുകളായിരിക്കാം. അവരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. Can you follow me? Yes, ma'am. Yes, ma'am. നിങ്ങൾ ഉറങ്ങിപ്പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഇടയ്ക്ക്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇൻട്രൊഡക്ഷൻ കേട്ട് ഉറങ്ങിപ്പോയി ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന്. അങ്ങനെ വിചാരിക്കരുത്. ലാസ്റ്റ് നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ സമയം തരാം. So you can ask whatever is your doubts ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ പോകില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ we will give our best. Don't be afraid. നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. ഒരുപാട് ഡൗട്ടുകളൊന്നും ഇങ്ങനെ തലയ്ക്ക് എത്തിച്ചിട്ടായിരിക്കും നിങ്ങൾ കയറിയിരിക്കാം. നമ്മൾക്ക് നമ്മുടെ നിന്ന് പൈസ വാങ്ങിച്ചു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യോ, എന്താണ് പ്രാക്ടിക്കലാണോ, അതാണോ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. നമ്മളായാലും നമ്മളിപ്പോ ഒരു തുക എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ, ചിലപ്പോൾ അത് പകുതിയാകുന്നത് വരെ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ വന്നു പോകും. എനിക്കായാലും ഉണ്ടാകും. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ ക്ലാസ്സസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഓക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ്, അപ്പൊ കുഴപ്പമില്ല, നല്ലതാണ്.
നമ്മള് എന്താ പറയാ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ വിചാരിക്കേണ്ട, പേടിക്കേണ്ട, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. ഞങ്ങൾ കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത 3 ബാച്ചസ് ഇവിടെ ഓൾറെഡി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 6th ബാച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നുള്ളത്. അപ്പൊ ഇതാണ് ഹോസ്പിറ്റൽ. പിന്നെ ഹോസ്പിറ്റൽസിൽ പോയി കഴിഞ്ഞാൽ നഴ്സിന്റെ ജോലി, ഡോക്ടറുടെ ജോലി മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്നത്. ഇന്ന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ഇതിന് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പഠിക്കുന്നതും ഒന്നില്ലെങ്കിൽ സയൻസ് ആണ് എടുക്കണമെങ്കിൽ അപ്പൊ തന്നെ പാരന്റ്സ് പറയും നഴ്സിംഗിന് എപ്പോ നഴ്സിംഗില് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ നഴ്സിംഗിന് വേണ്ടി പിള്ളേരെ വിടും അല്ലെ. അപ്പൊ നഴ്സിംഗ് +2 സയൻസ് എടുത്ത അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എടുത്തു വെക്കുന്ന കാലം നഴ്സിംഗിലേക്കാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ചോയ്സസ് ഉണ്ട്. ദേ അണ്ടർസ്റ്റാൻഡ്. ഇനി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന നഴ്സിംഗ് അല്ലാതെ മാറ്റി ചിന്തിക്കാം. ഓക്കെ, ഇപ്പൊ എന്താ പറയാ MBBS MD അങ്ങനെയൊക്കെ എടുത്ത് ഡോക്ടർ ആകുന്നതിലേക്ക് മാത്രമാണ് പോകണ്ടേ? അല്ല, വേറെയും ഒത്തിരി ചാൻസസ് ഉണ്ട്. ഇപ്പൊ കാർഡിയോളജിയില് ഈ കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നഴ്സ് ഉണ്ട്. അവർ പ്രത്യേകം ആളുകളാണ്. കാർഡിയോ വാസ്കുലർ ടെക്നോളജിയും കാർഡിയോ കെയർ ടെക്നോളജിയും ഒക്കെ പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അന്നത്തെ കാലത്ത് നമ്മളൊന്നും ഇതറിയില്ല. ഇപ്പൊ ഒത്തിരി സാധ്യതകൾ കൂടുതലുള്ള ഒരു മേഖലയാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അസിസ്റ്റ് ചെയ്യുക. അപ്പൊ അവർ കാർഡിയോളജിസ്റ്റ് ആകണ്ടോ, ഹാർട്ടിന്റെ ഡോക്ടർ ആകുക മാത്രമല്ല അവരെ അസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്. നല്ല ഹൈ സാലറി മേടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താ പറയാ എത്തിപ്പിടിക്കാൻ പറ്റാത്ത കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഒക്കെ തന്നെ. സോ ടു ബിക്കം എ പാർട്ട് ഓഫ് ദാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭയങ്കര വലിയ കാര്യം തന്നെയായിരിക്കും. അപ്പോ നിങ്ങൾ പേടിക്കേണ്ട. അപ്പൊ ഇത് നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് നമ്മളുടെ ഈ പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് കോഴ്സ് 6 months course you will become a hospital administrator. How the things are going on in a hospital, how well the staffs are trained there, what efficiency is provided by them, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ ഓപ്പറേഷൻസിനൊക്കെ ഏകീകരിക്കാൻ, കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെ, മാനേജ് ചെയ്യാനൊക്കെ യു വിൽ ബിക്കം ഒരു എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ട് തീരും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. ഇനി എന്താണ് ഇതിന്റെ എന്താ പറയാ ഈ കോഴ്സിന്റെ എന്താണ് ഇതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഹെൽത്ത് കെയറിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഓരോ ഡേ ബൈ ഡേ അതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെയൊക്കെയാണ്. ബിക്കോസ് ഓഫ് അവർ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. അത് തന്നെയാണ് അതിന്റെ കാരണം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ തന്നെയാണ്. നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീമെന്റ് തന്നെയാണ്. അപ്പൊ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് മാത്രമല്ല ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇൻക്രീസിങ്, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കേൾക്കാലോ നമ്മൾ പല രീതിയിലും അല്ലെ. ഡെലിവറിക്ക് കയറ്റിയ അമ്മയും കുഞ്ഞും എന്താ പറയാ അമ്മ എന്താ പറയാ ഡെലിവറിയോടുകൂടി മരിച്ചു. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഹോസ്പിറ്റൽസില്. പേഷ്യന്റിനെ ഒരു കുഴപ്പമില്ലാതെ അകത്തേക്ക് കൊണ്ടുപോയി സർജറി കഴിഞ്ഞപ്പോ പേഷ്യന്റ് ഇല്ല. ഓക്കെ, ഒത്തിരി ഇഷ്യൂസ് ആണ് ഇന്ന് ഹോസ്പിറ്റലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? അവിടെ നല്ല രീതിയിലുള്ള മാനേജ്മെന്റിന്റെ കുറവാണ്. ഏതെങ്കിലും രീതിയിൽ എക്യുപ്മെന്റുകളുടെയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സ് ആയിക്കോട്ടെ, അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ. വെരി വെൽ ഡൺ ആണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? വെറുതെ എന്തെങ്കിലും രീതിയിൽ ചെയ്ത് തീർത്താൽ പോരാ. കൃത്യമായി ചെയ്യുക, എഫിഷ്യന്റ് ആയി ചെയ്യുക. സേവനങ്ങള് എന്താ പറയാ മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കടയിൽ പോയിട്ട് അരി പച്ചസാധനങ്ങൾ വാങ്ങിക്കുന്നത് പോലെയല്ല അല്ലെ. മനുഷ്യന്റെ ജീവന് ഒത്തിരി വിലയുണ്ട്. ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവൻ ഒരു വിലയിലാണ്. പക്ഷെ അങ്ങനെയല്ല. അതിനേക്കാൾ കൂടുതൽ വില നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിന് കൊടുക്കുന്നുണ്ട് അല്ലെ. മനുഷ്യർക്ക് അത്രയും വില പോലും മനുഷ്യൻ കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പാടില്ല. അത് ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതിൽ ആവില്ല. അപ്പൊ ഹ്യൂമൻ ആകണം. HUMANE ആകണം അല്ലെ. HUMAN ആയാൽ പോരാ, മനുഷ്യരായപ്പോ മനുഷ്യത്വമുള്ളവരെയാണ് നമ്മൾ ഈ ഒരു അക്ഷരം കൂടി അവിടെ ചെയ്തു. അപ്പൊ ഹ്യൂമാനിറ്റിക്ക് അത് ഉണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള ആളാക്കണം. അതായത് ഒരു അതുപോലെ ഏത് ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സ് ആയിക്കോട്ടെ whatever they are doing, they have to do it well. അങ്ങനെ വന്നാൽ മാത്രമാണ് വീണ്ടും പേഷ്യൻസ് അവിടെ വരുള്ളൂ. ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് ഒരു ഹോസ്പിറ്റലിന്റെ നേരെ വീണാൽ we will not go there for further treatment അല്ലെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം കൊണ്ട് നമ്മൾ വശത്തോട്ട് പോവുക. എപ്പോഴും കംപ്ലൈന്റ് ആണ് ഹോസ്പിറ്റൽസിലെ, ഒത്തിരി ഇഷ്യൂസ് ആണ് അവിടെ, നമ്മൾ പോകില്ല അല്ലെ. അപ്പൊ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസും
also is increasing day by day. അതും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മാത്രമല്ല വർക്ക് ഓപ്പർച്യൂണിറ്റീസും ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ തന്നെയാണ് ഇൻക്രീസ് ചെയ്തത്. ദാറ്റ് ഈസ് ദ സ്കോപ്പ്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയ്ക്ക് വലിയൊരു സ്കോപ്പ് ഉള്ളത് എന്നാണ് പറയാം. അപ്പൊ സുപ്പീരിയർ ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് ആണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ, ഇൻക്രീസ്ഡ് ഇഷ്യൂസ് ആൻഡ് ഇൻക്രീസ്ഡ് വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെ വലിയ വലിയ സാധ്യതകൾ ഈ ഒരു ഭാഗത്ത് ഉള്ളത്, അല്ലെങ്കിൽ ഒരു മേഖലയിൽ ഉള്ളത് എന്നുള്ളതാണ്. അതാണ് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. Then now let's see what are the job opportunities. എന്ത് ജോലി സാധ്യതകളാണ്? അപ്പൊ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റൽസിൽ മാത്രമാണോ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് സംശയം ഉണ്ടായിരിക്കും. സംശയം വേണ്ട. There are different places or different sectors you can do hospital administration. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ ഒത്തിരി മേഖലകൾ വേറെയും ഉണ്ട്. They are clinical departments. ക്ലിനിക്കുകൾ ഉണ്ടല്ലോ, ക്ലിനിക്കുകൾ ഇച്ചിരി വലിയതായിട്ടുള്ളതും ചെറുതായിട്ടുള്ളതുമായിട്ടുള്ള ക്ലിനിക്സ് ഉണ്ട്. പബ്ലിക് ഹെൽത്ത് ഏജൻസീസ് ഉണ്ട്, അവിടെയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇന്ന് ഒത്തിരി സാധ്യതകളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിലുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനികളിലെ ഇൻഷുറൻസ് കമ്പനി, അവിടെയും സാധ്യതകളുണ്ട്. മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഡിസോർഡേഴ്സ് ആയിട്ടുള്ള മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് എന്താ പറയാ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്, അവിടെയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, വിദേശ രാജ്യങ്ങളുമായിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷൻസ്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, the persons who are rehabilitated, അല്ലെ, ഈ പേഷ്യൻസിനെയൊക്കെ പുനരധിവസിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയും നമ്മുടെ നാട്ടിലേക്കാണ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് വിദേശങ്ങളിലാണ്. സോ മെനി പീപ്പിൾ ആർ ഗോയിങ് ദർ. ഇന്ന് ഒത്തിരി വീട്ടമ്മമാര് നമ്മുടെ നാട്ടില് എന്താ പറയാ എന്ത് ജോലി എടുത്താലും വലിയ സാലറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തേടി വിദേശങ്ങളിലേക്ക് പോകും. അവിടെയും എന്താ പറയാ ഇത്തരം എന്താ പറയാ ഈ പറയുന്ന റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒത്തിരി പ്രായം ചെന്നവരെയോ അല്ലെങ്കിൽ വയ്യാത്തവരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽസ് പോലെ തന്നെയാണ്. അങ്ങനെയുള്ളതിലും എന്താ പറയാ ഡോക്ടേഴ്സ് നഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും, ഒത്തിരി വലിയ ആളുകളുണ്ട്. അങ്ങനെ അവിടെ നമുക്ക് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മളുടെ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റൽസിൽ മാത്രമല്ല നമുക്ക് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇത്തരം വിവിധങ്ങളായിട്ടുള്ള സെക്ടേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, we can get a job. നമുക്ക് ജോലി കിട്ടാൻ സാധ്യതകൾ. ജോലി കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഷാജു എബ്രഹാം, ഷാജു മ്യൂട്ട് ചെയ്യാമോ? നിങ്ങൾ സംസാരിക്കോ, ഇത് കേൾക്കുന്നില്ലായിരുന്നു കുഴപ്പമില്ല, നിങ്ങൾ സംസാരിച്ചു, ബട്ട് യു ഹാവ് ടു മ്യൂട്ട് ഇറ്റ് ബിഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താ പറയാ, നമ്മളപ്പോ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്. ഇനി ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരില്ല, വി ഹാവ് ടു ഗോ ഫോർ ദാറ്റ്, അല്ലെ? നമ്മളെ തേടി വരില്ല, നമ്മളാണ് ഇതിനു വേണ്ടി അന്വേഷിച്ചു കൊടുക്കുക. ആഫ്റ്റർ ഓൾ നമ്മൾ ഈ എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി മാത്രമാണോ ഇന്നത്തെ കാലത്ത് പഠിക്കേണ്ടത്? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ജോലി കിട്ടണം എന്ന് വിചാരിച്ച് മാത്രം പഠിക്കാം. അല്ല, നമ്മൾ ഒരു കോഴ്സുകൾ പഠിക്കുമ്പോഴും എനിക്ക് അതെന്താണെന്ന് അറിയണം. അത് നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു എഡ്യൂക്കേഷൻ കിട്ടി, ആ ഒരു വിദ്യാഭ്യാസം എനിക്ക് കിട്ടി, ആ ഒരു നോളജ്, ആ ഒരു മേഖലയിലുള്ള അറിവ് ഞാൻ നേടി, അതിനു വേണ്ടിയിട്ട് കൂടിയാ, അല്ലെ? നോളജ് ഈസ് പവർ എന്നാണ്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നോളജ് ഈസ് പവർ കേട്ടിട്ടുണ്ടോ? അറിവാണ് ഏറ്റവും വലിയ ശക്തി. അപ്പൊ അതിനു കൂടി വേണ്ടി അറിവ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് കോഴ്സ്. അല്ലാതെ ഇത് ജോലി വേണ്ടി മാത്രം അങ്ങനെ പഠിക്കുന്നവർ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പഠിക്കില്ല, മനസ്സിലാക്കി പഠിക്കില്ല. വെറുതെ എന്താ പറയാ, നമ്മൾ പറയില്ലേ CBSE സ്കൂൾ ഫീഡിംഗ് എന്നൊക്കെ, എങ്ങനെ തത്തമായി പൂച്ച പോലെ പറഞ്ഞു പഠിക്കുന്നത്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ആ ഒരു ലക്ഷ്യം എന്താണ്? അങ്ങനെ ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറെ ഇങ്ങനെ വാരി വലിച്ച് അങ്ങനെ പഠിക്കുക, കുറെ വാരി വലിച്ച് പഠിക്കുക. എനിക്ക് ലക്ഷ്യം അവിടെ ജോലിയാണ്, ഇന്ന സ്ഥാനത്തിലുള്ള ജോലി, അത് മാത്രം. അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോ പതുക്കെ അല്ലെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പതുക്കെ കൃത്യമായ രീതിയിൽ അത് അടുക്കം ചിട്ടിയോട് പഠിച്ചു വരുമ്പോ എന്താകും, ജീവിതത്തെ വലിയൊരു നേട്ട. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെഞ്ചു വലിച്ചെന്ന എന്തിനെ കുറിച്ചും സംസാരിക്കാനുള്ള ഒരു പവർ കൂടി കിട്ടും. അതാണ് എഡ്യൂക്കേഷന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞത് മാത്രമാണ്. ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, എന്റെ ലക്ഷ്യം ആ ഒരു കോഴ്സ് എന്താണെന്ന് എനിക്ക്
അറിയണം അവിടെ എന്താണ് നടക്കുന്നത്. എന്നിട്ട് നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കുക. അന്ന് വിചാരിച്ചിട്ട് മനസ്സിലാക്കി ഓക്കെ ഇനി അവിടെ കൈ കെട്ടി നോക്കി അങ്ങനെയല്ലാട്ടാണ് ഞാൻ പറഞ്ഞത്. You have to wait for your job. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം, പോകണം. ഇന്നത്തെ കാലത്തെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒന്നുമല്ല ആർക്കും ജോലി നേടി കൊടുക്കുന്നത്. അത് മറ്റൊരു കാര്യം. എല്ലാ 10th ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഇവിടെ ജോലി ഒരു കാര്യമില്ല. ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും when you are going into any private institutions you can see that. അത് മനസ്സിലാക്കാൻ സാധിക്കും. ഭയങ്കര സ്മാർട്ട് ആൻഡ് എനർജറ്റിക് ആയിട്ട് ചാടി നിൽക്കണം, സ്പ്രിംഗ് പോലെ നിങ്ങൾക്ക് തുള്ളിച്ചാടി നിൽക്കുന്ന ആളുകളെ പോലെ അങ്ങനെയുള്ളവരെയാണ് ഓരോ ഫേംസിനും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓരോ ഓർഗനൈസേഷൻസിനും താല്പര്യം. ഒടിഞ്ഞു തോന്നി അയ്യോ പത്തോ എനിക്ക് പറ്റില്ല, അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അതാണ്. അല്ലാണ്ട് അപ്പൊ ചിലപ്പോ ഫുൾ എല്ലാ ക്ലാസ്സിലും ഫുള്ള് മാർക്കൊക്കെ വാങ്ങിച്ച് ഡിഗ്രികളൊക്കെ ഒത്തിരി സമ്പാദിച്ച് എന്താ പറയാ അതിന്റെ സർട്ടിഫിക്കറ്റ്സുകളുടെ ഫയലുകളുമായിട്ട് നമ്മൾ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ ചെന്ന് നിൽക്കുന്നു, വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മള് പേടിച്ചരണ്ട് എന്താ ഇതിനകത്ത് ഫുള്ള് മാർക്കുകളുണ്ടല്ലോ, അതിൽ എനിക്ക് കിട്ടും ജോലി ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട് എന്നാണ് വിചാരിക്കുക. അതൊന്നും കാര്യമില്ല. അതൊക്കെ ചിലപ്പോ 10ൽ ഫുൾ A+ ഒന്നും കിട്ടിയില്ല, കറക്റ്റ് മാസം കൊണ്ടായിരിക്കാം. പിന്നീടുള്ള അവന്റെ ബാക്കിയുള്ള സമയത്തായിരിക്കും ചിലപ്പോ അവൻ നന്നായി അവന്റെ മാർക്സിലും മറ്റു രീതിയിലും അവൻ സ്കോർ ചെയ്തത്. ഇങ്ങനെ ഇരുന്നാൽ പോരാ. അപ്പൊ നമ്മൾ ഇതാകണം, കുറച്ച് സ്മാർട്ട് ആകണം, എനർജറ്റിക് ആകണം. അങ്ങനെയൊക്കെ നമ്മളൊരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്ത് ഒക്കെ പറ്റുന്നത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാൻ നോക്കിക്കൊള്ളണം. ആളുകളെ സംസാരം കൊണ്ട് കീഴ്പ്പെടുത്താനോ അല്ലെ അങ്ങനെയൊക്കെ പറ്റണം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി പഠിക്കുമ്പോഴാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുക. അല്ലാതെ ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയും സോ ഏത് സബ്ജക്ട്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിവുള്ളവരായി മാറണം. സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മളുടെ ആ ഒരു ഇതിൽ നമുക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടും. സോ ദാറ്റ് നമുക്ക് എന്ത് പറ്റും, ഏത് രീതിയിലേക്കും നമുക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാനും പറ്റും. ഓക്കെ. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതൊന്ന് ചേർത്ത് വെച്ച് പറഞ്ഞതാണ്. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഹോസ്പിറ്റൽസിന് മാത്രമല്ല, അതിന്റെ ആ ഒരു വാൾസിന് ഉള്ളിൽ മാത്രമല്ല എന്താ പറയാ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലുണ്ട്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസിലുണ്ട്, മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റീസിലുണ്ട്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിലുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിലുണ്ട്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുണ്ട്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലുണ്ട് ആൻഡ് പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലുണ്ട്. അപ്പൊ വൈഡ് റേഞ്ച് ആണ്. ഏകദേശം 5-10 സെക്ടേഴ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സുമായിട്ടൊക്കെ നമ്മൾ നടന്ന് നമ്മളുടെ എന്താ പറയാ സ്മാർട്ട്നെസ്സും നമ്മളുടെ എനർജിയും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സോ ഇനി വാട്ട് അബൌട്ട് ഇറ്റ്സ് സാലറി? ഇനി ഇതിന്റെ മെയിൻ കാര്യമാണ്. ശരി, ഓക്കെ. ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിഞ്ഞു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പ് എന്താണെന്നോ അറിഞ്ഞു, ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നറിഞ്ഞു, എന്താണ് ഈ കോഴ്സ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു. സോ വാട്ട് അബൌട്ട് സാലറി? എന്താണ് ഇതിന്റെ സാലറി? ഏകദേശം എന്താ പറയാ നമ്മളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബിറ്റ്വീൻ 10,000 to 20,000 ആണ് ഇതിന്റെ സാലറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനീഷ്യൽ സ്റ്റേജിലാണ് കേട്ടോ. തുടക്കം തന്നെ ഒരു 10 തുടങ്ങി 20 റൗണ്ട് എബൌട്ട് ആണ് ബിറ്റ്വീനിലുള്ള ഒരു സാലറി ആയിരിക്കും നൽകപ്പെടുന്നത്. ഗവൺമെന്റുകളിലാണെങ്കിൽ സാലറീസ് ബിറ്റ്വീൻ 30,000 to 40,000 ആണ് പെർ മന്ത് ആണ്. അതായത് 30-നും 40-നും ഇടയ്ക്ക് 30,000-നും 40,000-നും ഇടയിലുള്ള സാലറി ആയിരിക്കും ഗവൺമെന്റ് സർവീസസിൽ നമുക്ക് കിട്ടുക. ഗവൺമെന്റ് സർവീസസിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. മറ്റേത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാകുമ്പോൾ അവരുടെ ഇന്റർവ്യൂസും അവരുടേതായ രീതിയിലുള്ള ടെസ്റ്റുകളും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആഫ്റ്റർ ഓൾ നമ്മളുടെ എനർജി, നമ്മുടെ സ്മാർട്ട്നെസ്, നമ്മളുടെ വിൽ പവർ, ഇതൊക്കെയാണ് നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. ബിയോണ്ട് യുവർ സർട്ടിഫിക്കറ്റ്, നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന് പുറമെ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക. ഇൻസൈഡ് ദ കൺട്രീസ് ആൻഡ് ഓൾസോ ഔട്ട്സൈഡ് ദ കൺട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. മാത്രം നമ്മുടെ കേരളത്തിന് ഇന്ത്യക്ക് അകത്തും പുറത്തൊക്കെ ഉണ്ട്. പുറത്തേക്കാണ് ഇപ്പൊ ഒത്തിരി ആളുകൾ പോവുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ കോഴ്സ് പഠിച്ചിരുന്ന ഒത്തിരി ആളുകളുണ്ട്. കൂടുതലും ആളുകൾ ഒത്തിരി ക്വാളിഫൈഡ് ഉള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അവര് ഈ പറയുന്ന ഒരു കോഴ്സ് ചെയ്തിട്ട് ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ദേ ആർ ഗോയിങ് ടു സെർച്ച് ഫോർ സം ജോബ് അബ്രോഡ്. പുറത്തൊക്കെ പോയിട്ട് എന്തൊക്കെയോ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും എന്താ പറയാ നല്ല പ്രായത്തിലും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നഴ്സിംഗ് ഒക്കെ ഭാഗത്തുനിന്ന് റിട്ടയർ ചെയ്ത ഒരു മാം കൂടി ഈ ഒരു കോഴ്സിൽ പങ്കെടുത്തിരുന്നു ലാസ്റ്റ് എന്താ പറയാ ബാച്ചിനകത്ത്.
അവരും ഈ പറഞ്ഞ ചെയ്യുമ്പോൾ നമുക്കറിയാലോ ചില കാര്യവും മറ്റു കാര്യങ്ങളും അവരും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് എന്തൊക്കെയോ ജോലികൾ ചെയ്യാനൊക്കെ തന്നെയാണ് അവരും ആ ഒരു കോഴ്സ് ചെയ്തത്. അപ്പോ അത് ഒരു ലിമിറ്റേഷൻ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ദീസ് തിങ്സ് ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സിന്റെ ഒരു എന്താ പറയാ ഒരു സമ്മതി അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോ ആരും തന്നെ പേടിക്കണ്ട. നിങ്ങൾക്ക് തരുന്ന ഈ കോഴ്സ് വിൽ ബി യുവർ എന്താ പറയാ ബെറ്റർ അസറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെയും കാര്യങ്ങളൊക്കെ പറ്റുന്നത് പരമാവധി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് തരും. വീക്ക്ലി മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്സസ് ഉള്ളത്. ഒരു ദിവസം പോലും നമ്മൾ ക്ലാസ്സുകൾ മിസ് ചെയ്യുന്നില്ല. ഇഫ് നത്തിങ് ഹാപ്പൻസ് മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 2 hours ക്ലാസ് ആണ്. നിങ്ങൾക്ക് 2 ടീച്ചേഴ്സ് ആയിരിക്കും ഒരു ദിവസം ക്ലാസ് എടുക്കുക. 1 hour ഈച്ച് ആണ് അവര് എടുക്കുക ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പരമാവധി പറ്റുന്നവര് ലൈവ് ക്ലാസ്സുകളിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ, നിങ്ങളെ കൊണ്ട് അത് പറ്റുന്നില്ല എങ്കിൽ സിൻസിയർലി ഒരു കാര്യം പറയട്ടെ, ബിഫോർ അറ്റൻഡിങ് ദ നെക്സ്റ്റ് ലൈവ് ക്ലാസ് യു ഹാവ് ടു വാച്ച് ദ ക്ലാസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ദ ലാസ്റ്റ് ഡേ ബിഫോർ എൻറ്ററിംഗ് ദ ക്ലാസ് കേട്ടോ. അതൊന്ന് കണ്ടിട്ട് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്ന് എടുക്കുന്ന ക്ലാസിന്റെ ലൈവ് റെക്കോർഡഡ് നാളെ രാവിലെ മോർണിംഗ് 10 o'clock മുമ്പ് ബിറ്റ്വീൻ 10 o'clock നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ നാളത്തെ ക്ലാസ് കാണുമ്പോൾ ചിലപ്പോ 9:30 9:45 ആകുമ്പോഴേക്കും ഇടും. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് വാച്ച് ചെയ്തതിനു ശേഷം അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് കാണും. എല്ലാ ദിവസവും ക്ലാസ്സുകൾ എല്ലാം കൂടി കൂട്ടിയിട്ടിട്ട് മടിയന്മല ചുമക്കുന്ന പണി ചെയ്യരുത്. എല്ലാ ദിവസവും ഡേ ബൈ ഡേ കിട്ടുന്ന എന്താ പറയാ റെക്കോർഡഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ അന്ന് തന്നെ അത് വാച്ച് ചെയ്തിട്ട് കയറാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ ക്ലാസ്സുകളിൽ വരുന്ന നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പോ ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സസ് എടുക്കുന്നത് ടീച്ചേഴ്സ് നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിനെ പല മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. 1 2 3 4 മൊഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അലോങ് വിത്ത് ഇംഗ്ലീഷിന്റെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അത് സെപ്പറേറ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെല്ലാം അത് നോട്ട്സ് ഒക്കെ ടീച്ചേഴ്സ് തരുന്നതായിരിക്കും. ഓക്കെ. 10:30 to 11:30 ഫസ്റ്റ് ക്ലാസ്, 11:30 to 12:30 ആയിരിക്കും സെക്കൻഡ്. 10:30 to 11:30 1:30 ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പിന്നെ ഉള്ളത്. 1:30 to 2:30. ഓക്കെ. അപ്പൊ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. ടൈമൊക്കെ അവിടെ നിന്ന് തരും. ഓക്കെ. അത് എന്തായാലും ഇൻഫർമേഷൻസ് അവിടെ വരും. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞോളൂ. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ ബുക്ക് നമ്മളിങ്ങനെ 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ 4 മൊഡ്യൂൾസിലും ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വരുമ്പോ ഞാൻ എന്റെ പേര് നിഷ പറഞ്ഞു. ഞാൻ എടുക്കുന്ന എന്റെ ടോപ്പിക്സ് എഴുതാൻ വേണ്ടി നിങ്ങൾ നോട്ട് എടുത്ത് വെക്കാം. അതുപോലെ ഏതൊക്കെ ടീച്ചേഴ്സ് അവരവരുടെ ക്ലാസ് എടുക്കാൻ വരുന്നോ അവർക്ക് വേണ്ടിയിട്ട് ഓരോ നോട്ട് ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇവിടെ സബ്ജക്ട് വൈസ് അല്ല, ISSD ഒരു ബുക്കാണ്. ഓക്കെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ബുക്കാണ്. ആ ബുക്കിനെയാണ് ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ടീച്ചറിന്റെ പേരെഴുതി നോട്ട് ബുക്ക് വെക്കാം. പണ്ടൊക്കെ നമ്മൾ എങ്ങനെ വെക്കാം? സബ്ജക്ട് വൈസ് മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ പറഞ്ഞ ലേബലേക്ക് ഒട്ടിക്ക് വരുന്നില്ലേ? ഇപ്പൊ ആ ലേബലല്ല. ഇപ്പൊ നമ്മളുടെ പേരെഴുതുക. എന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എനിക്ക് വേണ്ടി നാളെ തന്നെ ഒരു ബുക്ക് റെഡിയാക്കി വെച്ചേക്കാം. ഓക്കെ. നാളെ വരുമ്പോ അടുത്ത ടീച്ചറിന്റെ നാളെ എന്റെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു ബുക്ക് അവിടെ നിങ്ങൾ കീപ്പ് ചെയ്യാം. എന്റെ പേര് എഴുതി എഴുതിയാൽ മതി. ഓരോ ടീച്ചേഴ്സ് വരുമ്പോ ആ ടീച്ചർ പേര് പറയും. അപ്പൊ ആ ടീച്ചറിന്റെ പേര് എഴുതിയ ഒരു നോട്ട് ബുക്ക്, ഒരു 3-4-5 നോട്ട് ബുക്ക് എടുത്ത് വെച്ചു കേട്ടോ. ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആണ്. ഇംഗ്ലീഷിലും ടീച്ചർ പറയുന്ന നോട്ടുകൾ എഴുതാൻ വേണ്ടി നിങ്ങൾ നോട്ട് കീപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഈ നോട്ട് കീപ്പ് ചെയ്യാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നോട്ട് കീപ്പ് ചെയ്യാൻ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഓൾറെഡി നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത് പ്രിന്റഡ് നോട്ട്സ് ആണ്. ഈ പ്രിന്റഡ് നോട്ടിൽ നിന്ന് എന്തെങ്കിലും എക്സ്റ്റൻഷൻ ചിലപ്പോൾ ചില വേർഡ്സ് ആയിരിക്കാം, ടെക്നിക്കൽ വേർഡ്സ്. ഇപ്പൊ എല്ലാവരും എന്താ പറയാ ഈ സയൻസ് മേഖലയിൽ നിന്ന് വന്നതോ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും കോഴ്സുകൾ പഠിച്ചു വന്നവർ അല്ല, അല്ലെ? പലവരും പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വന്നവരുണ്ടാകും. കൊമേഴ്സ് എടുത്ത് പഠിച്ചവരുണ്ടാകും, ഹ്യൂമാനിറ്റീസ് പഠിച്ചവരുണ്ടാകാം, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അതിനകത്ത് ഉപയോഗിക്കുന്ന ചില ടേംസ് ഒക്കെ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. സോ ദാറ്റ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ നോട്ടായിട്ട് നമ്മൾ തരും. അന്നേരം അത് നമ്മളുടെ പേരിലുള്ള നോട്ടിൽ എടുത്ത് ചെയ്താൽ, ഞാൻ തരുന്ന നോട്ട് എന്റെ നോട്ട്ബുക്കിൽ എഴുതാം, ഓരോരുത്തർ തരുന്ന നോട്ട് അവരവരുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അതും കൂടി കണക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എക്സാംസ് 1 and 2 മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടായിരിക്കും.
തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾസ് തീർന്നു കഴിയുമ്പോൾ മറ്റൊരു എക്സാം ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഇതിന്റെ എല്ലാം കൂടി ഫൈനൽ എക്സാം കൂടി ആയിരിക്കും. അങ്ങനെ ആണ് നമ്മുടെ എക്സാംസ് ഉള്ളത്. എല്ലാം ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ കഴിഞ്ഞാൽ ഒരു എക്സാം, തേർഡ് ഫോർത്ത് മോഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത എക്സാം. എല്ലാം തീർന്നു കഴിയുമ്പോൾ ഹോൾ മോഡ്യൂൾസ് 1, 2, 3, 4 മോഡ്യൂൾസ് ചേർന്നിട്ടുള്ള ഒരു മോഡൽ എക്സാമും ഫൈനൽ എക്സാമും. ഓക്കെ, ഇങ്ങനെയായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 4 ചോയ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുക. സോ നമുക്ക് തരുന്ന പ്രിന്റഡ് നോട്ടുകൾ, അതാത് ദിവസം എടുക്കുന്ന ടീച്ചേഴ്സിന്റെ നോട്ടുകൾ അന്ന് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചൊക്കെ വെക്കാം. ആൻഡ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ബൈ ആൻസർ. അത് ആൻസർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതെ, ഓൺലൈൻ ആണ് എക്സാംസ് വരാം. ബിക്കോസ് ഒത്തിരി കുട്ടികളുണ്ട്. ആൻഡ് യു ആർ സം അതർ പ്ലേസസ്. എല്ലാവരും പല പല സ്ഥലത്തുള്ളവരാണ്, ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സിലുള്ളവരാണ്, ഒത്തിരി ദൂരമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ആണ് ക്ലാസ് നടക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയാ എക്സാംസ് നടക്കുന്നതും. എന്ന് വിചാരിച്ച് ഞങ്ങൾ കോപ്പി അടിക്കും എന്ന് വിചാരിക്കേണ്ട. അന്നേരം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല, അതെ ഗൂഗിൾ ഫോമിലാണ് നിങ്ങൾക്ക് ലിങ്ക് തരും. എന്നിട്ട് നിങ്ങൾക്ക് എക്സാംസ് എഴുതി സബ്മിറ്റ് ചെയ്യാം. വിത്തിൻ ദ ഗിവൺ ടൈം യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ എക്സാംസ്. എക്സാംസിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം തന്നെ പേടിപ്പിക്കണമെന്നില്ല ഞാൻ. സോ നമ്മൾ ക്ലാസ് തുടങ്ങാനല്ലേ പോണുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെന്താ, എന്റെ പേര് ഒന്നുകൂടി പറയണം. മൈ നെയിം ഈസ് നിഷ. നിഷ, NISH, and I am from Paramur. Okay. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്, സോ നമുക്ക് ഈ ഒരു കോഴ്സ് എന്താണെന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും പരാതികളോ പരിഭവങ്ങളോ ഡൗട്ടുകളോ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ അറിയുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. എന്താണോ ഇവിടെ, എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ശരിയാണോ, ഉള്ളതാണോ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയും കോഴ്സ് എന്താണെന്ന് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇന്ന് ജോയിൻ ചെയ്തത്. ഇന്ന് ഈ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ടുമോറോ ഓൺവേർഡ്സ് യുവർ ക്ലാസ്സസ് വിൽ ബി സ്റ്റാർട്ടഡ് ആൻഡ് യു ഹാവ് ടു ബി റെഡി വിത്ത് യുവർ നോട്ട്ബുക്സ്. ഓക്കെ, എല്ലാവരും ബുക്കൊക്കെ ആയിട്ട് തന്നെ ക്ലാസ്സിൽ കയറാനായിട്ട് നോക്കാം. അന്നേരം പറഞ്ഞിട്ട് അയ്യോ ബുക്കില്ല, ഇവിടെ എവിടെയെങ്കിലും എഴുതിയാൽ മതിയോ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ഒരു 3-4-5 മിനിറ്റ് വേണമെങ്കിൽ തരാം. എല്ലാവരും കൂടി ഇപ്പൊ ആരെങ്കിലും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, അത് തന്നെ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഒരു കാര്യം കൂടി, ജസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എന്താ പറയാ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള ഡൗട്ട് അല്ല, ഇപ്പൊ ചാപ്റ്റർ ടീച്ചർ എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകും. അത് യു ഹാവ് ടു ആസ്ക് ദ റെസ്പെക്റ്റീവ് ടീച്ചർ. ആ എടുക്കുന്ന ടീച്ചറോട് തന്നെ ചോദിക്കണം. അല്ലാതെ ഈ കോഴ്സിന്റെ മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സ് കിട്ടുന്നില്ല, ചിലർക്ക് അങ്ങനത്തെ പരാതി വരും. അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും, നിങ്ങളുടെ ലിങ്ക് വഴി തന്നെ. എല്ലാ ദിവസവും നോക്കണം കൃത്യമായിട്ട്, എന്നിട്ടാണ്. ഓക്കെ, നോട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിന്റഡ് നോട്ട്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് അത് കുറച്ചായിട്ട് അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് പഠിക്കുക. എല്ലാം നോട്ട് ഈ ഫോണിൽ നോക്കി പഠിക്കാതിരിക്കുക. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിനും പ്രശ്നമാകും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നോട്ടുകൾ അങ്ങനെ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് പഠിക്കാനായിട്ട് നോക്കാം. ഇനി അപ്പൊ എന്താ പറയാ അപ്പൊ നോട്ടിനെ സംബന്ധിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ, ഞാൻ എടുക്കുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, മറ്റേതെങ്കിലും അതർ ഏതെങ്കിലും മറ്റു കാര്യങ്ങളെ കുറിച്ച് ഇഫ് യു ഹാവ് എനി ഡൗട്ട് when I come for my class you can ask me. ഞാൻ എപ്പോഴാണ് എന്റെ ക്ലാസ്സിൽ വരുന്നത് അന്നേരം നിങ്ങൾ എന്നോട് ചോദിക്കാം. എല്ലാവരും എടുത്ത് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ കാര്യം ചോദിക്കാണ്ട് എല്ലാ ടീച്ചേഴ്സിനെയും നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മളിവിടെ ഇരിക്കുന്നത് 1-2 കുട്ടികളല്ല, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ആ വരുന്ന ടീച്ചറോട് ചോദിച്ചു, ആ ടീച്ചർ എന്തെങ്കിലും സൊല്യൂഷൻ തന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ അടുത്ത ടീച്ചർ വന്നു, ആ ടീച്ചറോടും ഇതേ സംശയങ്ങൾ തന്നെ ചോദിച്ചു, ആ ടീച്ചർ വേറെ ഉത്തരം തന്നു. അപ്പൊ എന്താവും, സൊല്യൂഷൻസ് ഡിഫറെന്റ് ആവും, ക്വസ്റ്റ്യൻ ഒന്നാകും. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻസ് കൂടാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടായാലും അവിടെ ഒരു വെച്ചേക്കാം. നിങ്ങൾ നോട്ട് ചെയ്തോ, എവിടെയെങ്കിലും നോട്ട്ബുക്കിൽ എന്റെ നോട്ട്ബുക്കിൽ എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് വരുമ്പോ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞ കാര്യം? ഇത് പലപ്പോഴും പറയുമെങ്കിലും ബാച്ച് തുടങ്ങി എല്ലാ ബാച്ചസിലെ കുട്ടികൾ ഓരോ ടീച്ചർ കയറുമ്പോൾ ഓരോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും. അന്നേരം ആകെ പഠനവർ ക്ലാസ് ഉള്ളൂ. യുവർ ടോപ്പിക്സ് വിൽ നോട്ട് മൂവ് ഫോർവേഡ്. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ നീങ്ങില്ല.
നമുക്ക് ഒരു അലോട്ടഡ് ടൈം ഉണ്ട്, 6 months ആണ്. അപ്പൊ അതിന് ഉള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടോപ്പിക്സ് തീർക്കേണ്ടി വരും. അപ്പൊ ക്ലിയർ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുക. എന്നെയും കൺഫ്യൂഷൻ ആക്കരുത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാൻ പറ്റും. കണ്ടോ നിങ്ങള് ഫേസ് ഒക്കെ കണ്ടില്ലേ? മാം ടൈം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ദിവസമുള്ള ടൈം. 10:30 ഫസ്റ്റ് ക്ലാസ്. അല്ല ടൈം പിന്നെ മാറ്റി പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് പകുതി എന്ന് പറഞ്ഞാൽ അതെന്ത് മനസ്സിലായില്ല. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസിന്റെ കാര്യം പറഞ്ഞു. ഉച്ചയ്ക്കും ഉണ്ടല്ലോ ക്ലാസ്. ഉണ്ടോ? ഇത് ഇന്നുണ്ടോ? സോറി, ഇത് ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഇന്നത്തെ ക്ലാസ് ഇല്ല. പക്ഷെ ഇന്ന് നമുക്ക് ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ തരുന്ന ക്ലാസ് മാത്രമാണ്. ഓക്കെ, 10:30 1:30 നിങ്ങളുടെ ക്ലാസ് ടൈം. ഓക്കെ, 10:30 to 11:30 സോറി 1:30 to 2:30 അതാണ് നിങ്ങളുടെ ബാച്ചിന്റെ ടൈം. ഓക്കെ, ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ക്ലാസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നാളെ തൊട്ടുണ്ടോ? നെക്സ്റ്റ് ഡേ നാളെ തുടങ്ങി റെഗുലർ ക്ലാസ് ആണ്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾക്ക് 10:30 തൊട്ട് 11 വരെയോ? 11:30 വരെ. പിന്നെ അടുത്തതോ? 11:30 തൊട്ട് 12:30 വരെ. സോറി, ഞാൻ പറയാം കൃത്യമായിട്ട്, നിങ്ങൾ എന്നെ കൺഫ്യൂഷൻ ആകല്ലേ. 10:30 തൊട്ട് 11:30 വരെ, 11:30 തൊട്ട് 12:30 വരെ. സോറി, 1:30 തൊട്ടല്ല, അത് വേറെ ബാച്ചാണ്. സോറി, മൈ മിസ്റ്റേക്ക്. 1:30 to 2:30, 2:30 to 3 വേറെ ബാച്ചാണ്. നിങ്ങളിപ്പോ മോർണിംഗ് സെഷനിലെ ആൾക്കാരാണ്. ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞോണ്ട് ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ടൈം ടേബിൾ അവർ തരും, അവിടെ നിന്ന് തരും. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇതിപ്പോ ഈ ഒരു എന്താ പറയാ, കുട്ടികള് അധികം ഉള്ളത് കൊണ്ട് 2 ബാച്ചായിട്ട് തിരിച്ചു. ഞാനപ്പോ പെട്ടെന്ന് ഓർത്തില്ല, 2 ബാച്ചായിട്ട് തിരിച്ചേക്കാണ്. അപ്പൊ ഫസ്റ്റ് ബാച്ചിൽപ്പെട്ടവരാണ് നിങ്ങൾ, മോർണിംഗ് സെക്ഷനിലുള്ളവരാണ് നിങ്ങൾ. 10:30 to 12:30 ദാറ്റ് ഈസ് യുവർ ടൈം ഡ്യൂറേഷൻ. എല്ലാ ദിവസവും 10:30 മുതൽ 12:30 വരെ. അപ്പൊ ഹാഫ് ടൈം ആകുമ്പോൾ വേറെ ടീച്ചർ വരും, 11:30 അടുത്ത ടീച്ചർ കയറും. ഇന്നിപ്പോ ഈ സമയം വരെയുള്ളൂ, ബിക്കോസ് ഇത് നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ കയറിയതാണ്. ഇത്രയും ആളുകളെ പരിചയപ്പെടാൻ നമുക്ക് സാധിക്കില്ല. എന്നെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഓക്കെ, ഇനി ക്ലാസ്സുകളിൽ കാണാം. നിങ്ങളൊക്കെ വഴിയെ ഞാൻ പരിചയപ്പെട്ടോളാം. കാരണം ക്ലാസ്സിൽ കയറി എനിക്ക് പരിചയപ്പെടാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ക്ലാസ് എടുക്കും, ക്ലാസ്സിൽ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട സമയത്ത് ഞാൻ നിങ്ങളുടെ പേര് വിളിക്കാം. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ഓരോരുത്തരൊക്കെ എവിടെ ഉള്ളവരാണെന്നും നിങ്ങളുടെ പേരെന്താണെന്നും നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണമല്ലോ. ഞങ്ങൾക്കും അറിയണമെന്നും കാണണമെന്നും ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എത്ര നോട്ട് വേണം എല്ലാ സബ്ജക്റ്റിനും കൂടെ, മൊഡ്യൂളിനും കൂടെ? 5 എടുത്ത് വെച്ചോ. 5 നോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ മാം. ചെറിയ എക്സ്ട്രാ നിങ്ങളുടെ നോട്ട്സ് എഴുതാൻ ലെക്ചർ നോട്ടിന്റെ ഒന്നും ആവശ്യമില്ല. ലെക്ചർ നോട്ടല്ല, നമ്മൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ പഠിച്ചു തരുന്ന ടോപ്പിക്കുകളിൽ നിന്ന് എന്തെങ്കിലും എക്സ്റ്റെൻഡഡ് ആയിട്ട് എഴുതണമെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ടേം, ഒരു മെഡിക്കൽ ടേം എന്തെങ്കിലുമൊക്കെ എഴുതണം. അതെന്താണെന്ന് ചിലപ്പോൾ നമുക്ക് ഓർത്തിരിക്കും. നമുക്ക് നമ്മൾ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണോ പഠിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വെറുതെ നമ്മളെ കുഞ്ഞു പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ടേം പറയുമ്പോൾ അതെന്താണ്, അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നോട്ടിൽ ഇത് നോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്, അതിനാണ് നോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞത്. ഓക്കെ മാഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട്, അതിന്റെ അകത്താണെങ്കിൽ നമുക്ക് ഈ ന്യൂമറിക്കൽസ് ഒക്കെ വരുന്ന സംഭവങ്ങളും പഠിപ്പിക്കുക. അതായത് എങ്ങനെ ഒരു ബഡ്ജറ്റിംഗ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ ഒരു സാലറി സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിന്റെ അകത്തെ KPIs ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ടോ? സോറി, എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി. അതായത് ഈ ഹോസ്പിറ്റൽ അഡ്മിൻ എന്ന് പറയുന്നുണ്ടെ അതിന്റെ അകത്ത് കുറച്ച് ന്യൂമറിക്കൽസ് വരുമല്ലോ. അതായത് ഇപ്പൊ ഒരു 10 സ്റ്റാഫ് ഉണ്ട്, ആ 10 സ്റ്റാഫിന്റെ KPIs എന്തൊക്കെയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിന്റെ പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റിംഗ് ചെയ്തല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണോ ഈ ഒരു ഫുൾ മോഡ്യൂളിന്റെ അകത്ത്? മൊഡ്യൂൾസിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ ഹോസ്പിറ്റൽസിന്റെ പല ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ പരിചയപ്പെടും. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാനുണ്ട്. കൂടാതെ ഇതിനകത്ത് നമുക്കറിയാം ഹോസ്പിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്ത് ഒത്തിരി ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. മാൻ പവർ കുറച്ച് കൂടുതലുള്ള എന്താ പറയാ ഒരു സ്ഥലമാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹെൽത്ത് സിസ്റ്റത്തില് ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ മാനേജ് ചെയ്യുക അത് പെടും. പിന്നെ പബ്ലിക് റിലേഷൻസ് ഉണ്ട്, PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ.
അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ബഡ്ജറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ചെറിയൊരു ഔട്ട്ലൈൻ കിട്ടുമോ? ബഡ്ജറ്റിംഗ് ഒരു ഹോസ്പിറ്റലിന്റെ ഇപ്പൊ ഒരു ക്ലിനിക്കാണെന്ന് വെച്ചു. അപ്പൊ ആ ക്ലിനിക്കിന്റെ അത് ബഡ്ജറ്റിംഗ്, അതിന്റെ അകത്തെ ബയോമെഡിക്കലിന്റെ എന്തൊക്കെ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാൻ പവർ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം, അപ്പൊ അതിന്റെ അകത്ത് ഇൻ കേസ് റവന്യൂ എങ്ങനെ വരുവാണെങ്കിൽ അതെങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം, അതൊക്കെ പഠിപ്പിക്കുമോ? ഇല്ല, അതൊന്നുമില്ല. മെറ്റീരിയൽ കൺട്രോൾസിന്റെ കാര്യമൊക്കെ ഉണ്ട്. അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ ഇല്ല. ഇപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിൻസോ അങ്ങനെയുള്ള ഞാൻ അതല്ല ചോദിച്ചത്. ഒരു ബഡ്ജറ്റിംഗ്, അതിപ്പം ഒരു ഹോസ്പിറ്റലിനകത്ത് ഇത്ര സ്റ്റാഫ് ഉണ്ട്, അപ്പൊ അവരുടെ ബഡ്ജറ്റിങ്, അവരുടെ കോസ്റ്റ്, ഓപ്പറേഷണൽ കോസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അകത്തേക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂൾ ഉണ്ടാവും? ഇല്ല, ബഡ്ജറ്റിംഗ് അല്ല. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ കാര്യമാണ് ചോദിക്കണേ. അവരുടെ മാനേജ്മെന്റ്, അവരുടെ എഫിഷ്യൻസി കണ്ടെത്തുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കത്തില്ല. ഇല്ല. ഫിനാൻഷ്യൽ ഇല്ല, മാനേജ്മെന്റ് ആണ്. ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. മെത്തേഡ്സ്, ഫണ്ട് ചെയ്യുന്ന മെത്തേഡുകളൊന്നുമില്ല, ജസ്റ്റ് അതൊന്നും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഏതൊക്കെയോ ചാപ്റ്റേഴ്സിൽ. ഏതാണ് ഫണ്ടിങ് രീതി, മെയിൻ ഇൻകം ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പേഷ്യൻസിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉണ്ട്. അതൊക്കെ എവിടെ വരുന്നു എന്നൊക്കെ മാത്രമേ പറയൂ, സോഴ്സ് ഒക്കെ പറയുന്നുള്ളൂ. അതെങ്ങനെ ചെയ്യണമെന്നുള്ള ബഡ്ജറ്റിംഗ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. അല്ല, ഞാൻ ചോദിച്ചു പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലാണെങ്കിൽ ഇപ്പം ഈ ഒരു വർഷം റൺ ചെയ്തു, അടുത്ത വർഷത്തേക്കുള്ള ഫോർകാസ്റ്റിംഗ് വരും, ബഡ്ജറ്റ് ഫോർകാസ്റ്റിംഗ് അതൊന്നും ഇല്ല. ഓക്കെ ശരി, താങ്ക് യു. ബഡ്ജറ്റിംഗ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. അതൊക്കെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകാരാണ് അതൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഞാനാണെങ്കിൽ റീസൺ ഉണ്ട്. അതായത് ഞാൻ ഓരോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞാല് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞാൽ അവരാണെങ്കിൽ ഇയർ എൻഡ് ആകുന്നതിന് മുമ്പായിട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ കോസ്റ്റും കാര്യങ്ങളും, എത്ര സ്റ്റാഫിനെ വേണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതിന്റെ കോസ്റ്റും കാര്യങ്ങളും ഞാൻ പറയാം. അത് ഇപ്പൊ ഇത് നിങ്ങൾ പഠിക്കുന്ന ഈ കോഴ്സ്, ഈ 6 months കോഴ്സ് എന്ന് പറയുന്നത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്. ഓക്കെ, അപ്പൊ അത് ആ ലെവലിലുള്ളതായിരിക്കാം. ചിലപ്പോ അതിന്റെ ഹയർ സ്റ്റഡീസിലേക്ക് നിങ്ങൾ ഇതിന്റെ തന്നെ നമ്മളുടെ എന്താ പറയാ ഡിഗ്രി കോഴ്സുകളോ ഡിപ്ലോമ ഒക്കെ കോഴ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അതിനകത്തേക്ക് ചിലപ്പോ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനുണ്ടായിരിക്കും. ഇത് സ്റ്റാർട്ടിങ് നമ്മൾ ഏത് കോഴ്സ് പഠിക്കണോ സ്റ്റാർട്ടിങ്ങില് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന്റെ PGയോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പൊ നമുക്ക് സ്റ്റാഫിംഗ് ഓറിയന്റേഷൻ എങ്ങനെയാണ്, സ്റ്റാഫിംഗ് പ്രോസസ് എങ്ങനെ നടത്തണം, ഇത്തരത്തിൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാകും. ഓക്കെ, മാമ എക്സാമിന്റെ കാര്യം ഒന്നുകൂടെ പറയാവോ? ഒന്നുകൂടി പറയാം. നമുക്ക് 4 മൊഡ്യൂൾസ് ആണ്. നേരത്തെ അതിന് മുമ്പ് ഒരു കാര്യം ആയിട്ട് ചേർത്ത് പറയട്ടെ. ഇവിടെ ആരും ചോദിച്ചിരുന്നു ഓരോ മൊഡ്യൂളും ഓരോ ടീച്ചേഴ്സ് ആണ്. അല്ല, ഒരിക്കലും അല്ല. 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളുകളിലും നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്താ പറയാ, ഓരോ മൊഡ്യൂളിലും ഓരോ ടീച്ചേഴ്സ് അല്ല എടുക്കുന്നത്. എല്ലാവർക്കും ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ എല്ലാവർക്കും ചാപ്റ്റേഴ്സ് ഉണ്ട്, സെക്കൻഡ് മൊഡ്യൂളിലും ഉണ്ട്. ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കണേ. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകൾ തിരിച്ച് നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ സിലബസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിൽ 35 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 35. ആൻഡ് ബാക്കി എന്താ പറയാ 52 ചാപ്റ്റേഴ്സ് ഉള്ളത്, 52. മൊത്തം ചാപ്റ്റേഴ്സ് 52 ആണ്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ 17 ചാപ്റ്റേഴ്സ്, 17 ചാപ്റ്റേഴ്സ് ആണ്. അങ്ങനെ 52 ചാപ്റ്റേഴ്സ് ആണ് മൊത്തം ഉള്ളത്. ഇതില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ ഈ പറഞ്ഞ എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. അവർക്ക് അവരുടെ അലോട്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി അവർ വരും. ഓക്കെ, 35 ചാപ്റ്റേഴ്സ് ആണ്. കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളിലാണ്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളുകളിൽ ചാപ്റ്റേഴ്സിന്റെ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കുറവാണ്. ബാക്കി അത് ലെങ്തി ചാപ്റ്റേഴ്സ് ആണെന്ന് മാത്രം, എല്ലാം വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അത് നമ്മുടെ അതും ഈ പറയുന്ന ടീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എടുക്കുക. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ടീച്ചേഴ്സ് വരും, അവരവരുടെ ടൈം ടേബിൾ അനുസരിച്ച് വരും. അപ്പൊ നിങ്ങൾക്ക് അവർ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, പഠിക്കുക ഒക്കെ ഉള്ളതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോഴാണ് ഒരു എക്സാം. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം. അപ്പൊ ചിലപ്പോൾ അതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം പോലെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാകും. ബിക്കോസ് എങ്ങനെയാണ് എക്സാം കൊടുക്കേണ്ടത്, അതിന്റെ ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാൻ. ഒന്ന് ആദ്യമായിട്ട് ഈ ഒരു രീതിയിലുള്ള എക്സാം എഴുതുന്നുണ്ടേ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഫസ്റ്റ് മേ ബി മോഡൽ എക്സാം ഉണ്ടാകുമായിരിക്കും.
ഇപ്പൊ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സാം ഇട്ട് അത് കഴിഞ്ഞ് തേർഡ് ആൻഡ് ഫോർത്ത് അത് കഴിഞ്ഞിട്ടേ നമ്മൾ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ ഒരു 6 months കോഴ്സ് ആയതുകൊണ്ട് വിൽ ബി ഡിവൈഡഡ് ഇൻടു 2 parts, 3 months 3 months 3+3 ആയിരിക്കും. അപ്പൊ ആഫ്റ്റർ 3 months you will have the first and second module exams, and after that only we will start the third and fourth module. Then the exams of third and fourth module will be taken. അതിനുശേഷമായിരിക്കും ലാസ്റ്റ് ഫുൾ ഫൈനൽ എക്സാംസ്. അപ്പൊ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടാം, ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? മാം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തപ്പം അടുത്ത ഏത് ടൈമിലാണെന്നാ പറഞ്ഞേ? സോറി, എനിക്ക് മനസ്സിലായില്ല. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത മുമ്പിലെ ഏത് ദിവസം നാളത്തെ ഏത് ദിവസം ഏത് ടൈമിലാ ക്ലാസ് ഉള്ളത്? ഈ ക്ലാസ് നാളെയോ? ആ, നാളെ 10:30 ക്ലാസ് തുടങ്ങും. 12:30 വരെ ക്ലാസ് ഉണ്ട്. അല്ലെ മാം, ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് tomorrow morning itself this class will be uploaded to your Google Classroom. You just watch it and enter the next class. Okay. Recorded class നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ 10 മണിക്ക് മുമ്പേ സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ആ ക്ലാസ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എന്താ പറയാ അന്നത്തെ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ക്ലാസ്സിലേക്കോ ഒക്കെ കയറാനായിട്ട് ശ്രമിക്കാം. റെക്കോർഡഡ് ക്ലാസ് 10 മണിക്ക് മുമ്പെന്ന് പറഞ്ഞ ഏത് ടൈമാ? 10 മണിക്ക് മുമ്പെന്ന് പറഞ്ഞ ടൈം ഉണ്ടോ ഇന്ന ടൈമിൽ? ബിറ്റ്വീൻ 9:30 and 10. 10 മണിക്കും ഇടയിൽ. ഓക്കെ. ആ ക്ലാസ് വാച്ച് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ കയറാം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ചാപ്റ്റർ തീരില്ലല്ലോ, ഒറ്റ ദിവസം കൊണ്ടൊന്നും ചാപ്റ്റർ തീരില്ല. ചില ചാപ്റ്റേഴ്സ് ഒക്കെ ലെങ്തി ആണ്. അപ്പൊ അത് ഒത്തിരി ഇപ്പൊ ഫസ്റ്റ് എടുക്കുന്ന ഞാൻ എന്റെ ചാപ്റ്ററിന് പറയാം. ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് ഭയങ്കര ലെങ്തി ആണ്. അപ്പൊ ഒരു 5-6 ക്ലാസ് ഒക്കെ കൊണ്ടേ ഫസ്റ്റ് ചാപ്റ്റർ തീരുള്ളൂ. അപ്പൊ ആ കഴിഞ്ഞ ക്ലാസ് വാച്ച് ചെയ്യാതെ നിങ്ങൾ പിന്നത്തെ ക്ലാസ്സിൽ കയറിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം തോന്നും, ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അത് കണ്ടിട്ട് കേൾക്കാം. ഹലോ മാം, അതെ നിങ്ങൾക്ക് ക്ലാസ് സെയിം ഡേ ടുഡേ ക്ലാസ്സസ് റെക്കോർഡഡ് ക്ലാസ് സെയിം ഡേ ടുഡേ ക്ലാസ് കഴിഞ്ഞ ഉടനെ? അതല്ല, നിങ്ങൾ പറഞ്ഞത് നെക്സ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇടാന്ന് പറഞ്ഞത്. അത് ക്ലാസ് സെയിം ഡേ ടുഡേ നമുക്ക് രാത്രി എന്നിട്ട് കേൾക്കാം. അതെ 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 വെച്ചു. കാരണം നമുക്ക് രാത്രിക്കുള്ളൂ വിഭാഗമാണ്, ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരെ ഞാൻ അത് അറിയിക്കാം കേട്ടോ. അതൊരു കാര്യമാണ്. പക്ഷെ കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോ എടുക്കുന്ന ക്ലാസ് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിലൊക്കെ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതാണെങ്കിൽ മേ ബി കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? അതെ അതെ, നമുക്ക് രാത്രിക്ക് ഇരുന്ന് കേൾക്കാം. അവിടെ വർക്ക് ചെയ്യുന്ന മാം അറ്റൻഡൻസ് ഉണ്ടോ? അറ്റൻഡൻസ് അറ്റൻഡൻസ് ഉണ്ടോന്ന് ക്ലാസ്സിൽ കയറുന്നവർ? അറ്റൻഡൻസ് മീൻസ് നിങ്ങൾ ക്ലാസ്സിൽ കയറിയാല് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണണം. അറ്റൻഡൻസ് നമ്മൾ നോട്ട് ചെയ്യും, എന്തായാലും നോട്ട് ചെയ്യും. ആരൊക്കെ കയറുന്നുണ്ടെന്ന് ഞങ്ങൾ നോട്ട് ചെയ്യും എന്തായാലും കേട്ടോ. നോട്ട്സ് എങ്ങനെ കിട്ടാൻ? നോട്ട്സ് നമുക്ക് അയച്ചു തരുമോ? ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരാണ്. പലതിലും ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. സോ അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഓൺലൈൻ ക്ലാസ് വയ്ക്കുന്നതും റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതും. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് എല്ലാ ദിവസവും ഡെയിലി ക്ലാസ്സിൽ പങ്ക്ച്വലായിട്ട് കയറുന്ന ആൾക്കാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ഓൺലൈൻ എക്സാം ആണോ? ഓൺലൈനിലാണോ എക്സാം? ഓൺലൈനാണ് എക്സാം. അടുത്തത് നീനു. മാം നോട്ട്സ് അന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് അന്നു അയച്ചു തരുമോ? അന്നത്തെ ക്ലാസ്സിന്റെ നോട്ടല്ല അയച്ചു തരാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ നോട്ട്സ് സിലബസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ചിലപ്പോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഇന്ന് തന്നെ സെൻഡ് ചെയ്യും. നാളത്തെ ക്ലാസ്സിൽ കയറാനുള്ളതല്ലേ. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് വരുമ്പോൾ അവരവരുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് ഒരു ബുക്ക് പോലെ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഏതാണോ അതത്
1 2 വീതമൊക്കെ എന്താ പറയാ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഒറ്റയ്ക്ക് എടുക്കുന്ന ചാപ്റ്റേഴ്സ് 1 by 1 ആയിട്ട് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു. കാരണം വെച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റയടിക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാനുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഓക്കെ, നമുക്കറിയാം. പക്ഷെ നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് എങ്കിലും ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ കയറുമ്പോഴായിരിക്കും നമ്മൾ ഏത് ചാപ്റ്റർ എടുക്കണമെന്ന് അറിയാൻ പറ്റുക. അപ്പൊ ടീച്ചർ കയറി കഴിയുമ്പോൾ പറയും. മാം, ഈ രാവിലത്തെ സെഷൻ ഇപ്പൊ ജോബിനൊക്കെ പോകുന്നോണ്ട് രാവിലത്തെ സെഷനിൽ നമുക്ക് കയറാൻ പറ്റില്ലെങ്കിൽ ഈവനിങ് സെഷനിൽ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുമോ? ഈവനിങ് സെക്ഷൻ 1:30 to 3:30 ആണ്. അപ്പൊ പറ്റുമോ? ഇല്ല മാം, സ്കൂളിൽ നിന്ന് വരുമ്പം 2:30-3 മണിയാകും. അപ്പൊ മാം ഈ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് ടൈമിലാണ് നമുക്ക് ഇടാൻ. പറയാം. ഓക്കെ, അത് പരിഗണിക്കാൻ വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എങ്ങനെയുണ്ട്? ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയോ കുറഞ്ഞോ എന്തെങ്കിലും പറയാലോ? എങ്ങനെയുണ്ട്? ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നാണ് എന്റെയും എന്താ പറയാ ഒരു വിഷ് അല്ലെങ്കിൽ എന്റെ ഒരു പ്രയർ. സോ മേ ഗോഡ് ബ്ലെസ് യു ഓൾ ഫോർ യുവർ ന്യൂ കോഴ്സ്. ആൻഡ് നാളെ നമുക്ക് അടുത്ത ദിവസം നമ്മൾ കറക്റ്റ് ഞങ്ങൾ കൂടെ ഉണ്ട്. പേടിക്കൊന്നും വേണ്ട. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ട് മാത്രം, നെഗറ്റീവ് ചിന്തിച്ചാലും മാത്രമേ നമുക്ക് നേരിടാവുള്ളൂ. എന്തിനാ നമ്മള് അല്ലെ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാം നല്ലതിനാണ് വരുന്നതെല്ലാം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. എന്തോ നമുക്കിപ്പോ ക്ലാസ് ഇതിൽ ഇടും പറഞ്ഞില്ലേ, റെക്കോർഡഡ് ക്ലാസ്, അത് നമുക്ക് ഇത്ര ടൈം മാത്രമാണോ അതോ ഓൾറെഡി അതിൽ കിടക്കുന്നുണ്ടാവോ? ഇത്ര സമയം മാത്രമാണ്. മനസ്സിലായില്ല. ഉണ്ടാവൂല്ലേ? എപ്പോ വേണമെങ്കിലും കാണാം. പക്ഷെ ഞാനൊരു കണ്ടീഷൻ വെച്ചത് ഇതാണ്. ഇന്നിപ്പോ ഞാനിപ്പോ ഈ ക്ലാസ് എടുത്തു. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇതിനകത്ത് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ എന്താ പറയാ ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലാസ്. ഇതിപ്പോ അവര് സെൻഡ് ചെയ്ത് കഴിയുമ്പോ ഇന്ന് നാളെ ഇതേ സമയം 10:30 നിങ്ങളുടെ ക്ലാസ്. കയറുന്നതിന് മുമ്പ് ഇതൊന്ന് വാച്ച് ചെയ്തിട്ട് കയറിയാൽ അവിടെ എന്തൊക്കെ പഠിപ്പിച്ചു ഷെയർ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാമല്ലോ. അത് ആവുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞത്. ഞാൻ അവിടെ കിടക്കണ്ടാവും. അത് എപ്പോഴെങ്കിലും അതാണ് പറഞ്ഞത്. കൂട്ടിയിടരുത്. എല്ലാം കൂടി ഒരുമിച്ച് വാച്ച് ചെയ്യാം. ഒരാഴ്ച മുഴുവൻ ഞായറാഴ്ച. മാം, ഒരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നേ. ഈ ആഫ്റ്റർനൂൺ സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യണ്ട്? ആഫ്റ്റർനൂൺ സെക്ഷനിലേക്ക് അതൊന്ന് അവിടെ പറയായിരുന്നില്ലേ ഓഫീസില് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവരോടോ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഉണ്ടാവും. അവരോടൊന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി തരും. ഷിഫ്റ്റ് മാറ്റി തരും. നിങ്ങൾക്ക് മോർണിംഗിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണെന്ന് ആക്കി തരാൻ പറഞ്ഞാൽ മതി. അത് മാറ്റി തരും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തത് കാരണം ഒത്തിരി കുട്ടികളുണ്ടല്ലോ. അപ്പൊ ഇവരെല്ലാവരും ഇരിക്കുമ്പോ നമുക്ക് എന്താ പറയാ ഭയങ്കര ഇതാകും. അപ്പൊ അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും കോൺഫിഡന്റ് ആണ് എന്ന്. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ എന്തേലും ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റിൽ ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ ചില ആളുകൾക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. നെറ്റ് കിട്ടില്ലല്ലോ എല്ലായ്പ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാൻ പറ്റും ടീച്ചറത്? അതില്ല എന്നാണ് എനിക്ക് ഇവിടെ കിട്ടിയേക്കണ അറിവ്. അതായത് പേഴ്സണൽ നമ്പേഴ്സ് ടീച്ചേഴ്സിന് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല. ബിക്കോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കയറുമ്പോൾ ടീച്ചറോട് അത് ചോദിക്കാം. ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതാണ് കുറച്ച് നല്ല രീതിയിലായിട്ടുള്ള കാര്യം എന്നാണ്. അങ്ങനെ കൊടുത്താല് എന്താ പറയാ നമ്മൾക്ക് ഇപ്പൊ എപ്പോഴും എൻഗേജ്ഡ് ബിക്കോസ് ഇവിടെ എല്ലാ ഒത്തിരി ബാച്ചസ് പല പല ക്ലാസ്സുകളുടെ ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം ടീച്ചേഴ്സ് ക്ലാസ് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടേതായ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അതിന് അവരെ അവൈലബിൾ ആകുമെന്ന് അറിയില്ല. പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ ആകും. ഐ തിങ്ക് ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലാസ്സിൽ കയറുമ്പോ പറയാം, ചോദിക്കാം. മാം എക്സാം എത്ര മണിക്കൂറായിരിക്കും? 2 ക്ലാസ്സുകളാണ്, 2 മണിക്കൂർ, 10:30 to 11:30. ഫൈനൽ എക്സാം 11:30 to 12:30. 2 ക്ലാസ്സസ് ആണ് മോർണിംഗ് സെഷനിലുള്ളത്. നിങ്ങളുടെ ക്ലാസ്സസ് മോർണിംഗിലാണ്. മാം ഇന്റേൺഷിപ്പ് ഉണ്ടോ? ഫൈനൽ എക്സാം എത്ര മാർക്കിനാണ്? എന്താ ഇന്റേൺഷിപ്പ് ഉണ്ടോ? ഫൈനൽ എക്സാം എത്ര മാർക്കിനാണ്? രണ്ടുപേരും പറയുന്ന ക്ലിയർ ആവുന്നില്ല. ഇന്റേൺഷിപ്പ് ഉണ്ടോ? എന്തുണ്ടാവുക? ഇന്റേൺഷിപ്പ് ഉണ്ടാവുന്നോ? ഇല്ല, ഇന്റേൺഷിപ്പ് ഇല്ല. 6 months കോഴ്സ് ആണ്. ആഫ്റ്റർ ദാറ്റ് എക്സാം. മാം ഫൈനൽ എക്സാം എത്ര മാർക്കാണ്? ഫൈനൽ എക്സാം 100-ലാണ്. മൊഡ്യൂൾസിലെ എക്സാംസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ 60 മാർക്ക്, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ 60 മാർക്ക്. ഫൈനൽ എക്സാം മാത്രം 100-ലാണ്. എത്ര അവേഴ്സ് ആണ്? എത്ര മണിക്കൂർ കാണും എക്സാം? 100 മാർക്സിന്റെ എക്സാം 1.5 അവറും 60 മാർക്സിന്റെ എക്സാം 1 അവറും. ഓക്കെ. മാം ഇതിന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങളും കൂടെ ഒന്ന് പറയാമോ? ഏതിന്റെ കാര്യം? സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങളും കൂടെ. സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഐ തിങ്ക് 1 month കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക. 2 സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 2 സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാം. 2 സർട്ടിഫിക്കറ്റോ? അത് അബ്രോഡ് ജോലി കിട്ടാൻ വേണ്ടിട്ട് സാധ്യത വേണമെങ്കിൽ അഫിലിയേറ്റഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞു. ജോലി കിട്ടുന്നതിന്റെ സർട്ടിഫിക്കറ്റ് അബ്രോഡ് സർട്ടിഫിക്കറ്റും പിന്നെ അബ്രോഡ് പോകാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. രണ്ടും അത് അങ്ങനെയുള്ളവർക്ക് ബ്രോഡിലേക്ക് പോയിട്ട് അത് എന്താ പറയാ ചാൻസസ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഈ കോഴ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ അങ്ങനത്തെ കോഴ്സ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് പോയവരുണ്ട്. ഇത് ഒത്തിരി ഏജിനൊക്കെയാണ് മാം എന്ന് പറഞ്ഞിട്ട് അത് പുള്ളിക്കാരിയും ഇതുപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫീസ് സർട്ടിഫിക്കറ്റ് ഫീസ് അങ്ങനെ വല്ലതും ഉണ്ടോ ഇനി എക്സ്ട്രാ? അതിന് എക്സ്ട്രാ 1000 rupees പറയണ്ടായിരുന്നു. ആണോ? അതുണ്ടാവുമായിരിക്കും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നത് അതങ്ങനെ തന്നെയാണ്. അല്ല എക്സാം സർട്ടിഫിക്കറ്റ് ഫീ അങ്ങനെ വല്ലതും ഉണ്ടോ? പിന്നെ ഈ ചോദിച്ചതിന്റെ അകത്ത് എനിക്ക് മനസ്സിലാക്കുന്നത് 2 സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണെങ്കിൽ ഇപ്പം നോർമലി ഇവിടെ പഠിച്ചതിന്റെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ്, പിന്നെ ആണെങ്കിൽ അബ്രോഡിലേക്ക് പോകാനായിട്ട് വേറൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് ഇപ്പം മനസ്സിലാക്കിയത്. അതിനെ കൂടെ കുറച്ചുകൂടെ ഒന്ന് പറയാം. ഈ ഫീസിന്റെ കാര്യവും സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് പറയാം. കോഴ്സിന് ജോയിൻ ചെയ്തപ്പോ 1000 ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് ഞങ്ങളോട് അത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ആണ്. അപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ അത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ ഈ കോഴ്സ് എന്താണെന്നും കോഴ്സിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ടോപ്പിക്സിന്റെ എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 100 മാർക്കിന്റെ 100 ക്വസ്റ്റ്യൻസ് ആണ്. 60 മാർക്കിന്റെ 60 ക്വസ്റ്റ്യൻ ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കോ? അതെ അതെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മാം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു ഈ ഗവൺമെന്റ് ജോബിനായിട്ട് ഇത് ഉപകരിക്കും, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാവോ? അതിന് എക്സാം ഉണ്ടാവുമായിരിക്കും. ഗവൺമെന്റ് സർവീസ് ആണെങ്കിൽ അതിൻ്റെതായ ഇപ്പൊ നമ്മള് എക്സാംസ് ഉണ്ടാവും. അത് അതിൻ്റെതായ രീതിയിലാണ്. അതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് ഉള്ള എക്സാംസ് ഗവൺമെന്റ് തലത്തിൽ നടത്തിയിട്ട് അതിൽ നിന്നായിരിക്കും അതിന്റെ കാറ്റഗറി സർവീസസിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് രീതിയിലുള്ള അവരുടെ ഇന്റർവ്യൂസും ടെസ്റ്റുകളും ആയിരിക്കും. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് PSC എഴുതാൻ പറ്റുമോ? PSCയില് ഇതാണെന്ന് തോന്നുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ച കോഴ്സിന്റെ അല്ലേ, അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാലോ. പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെയും ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്.
മാം വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സുകള് ഇപ്പൊ എല്ലാവർക്കും നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ എന്താ പറയാ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാകുന്നതാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നമുക്ക് നാളെ തുടങ്ങി ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു. താങ്ക് യു താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം താങ്ക് യു മാം. താങ്ക് യു മാം താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം താങ്ക് യു മാം. താങ്ക് യു മാം.